ഹായ്, നമുക്കൊരു പാൽക്കപ്പ ഉണ്ടാക്കിയാലോ? സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റുമാണ്. ബീഫിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഇത് ഭയങ്കര രുചിയാണ്. ബീഫില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ബീഫ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് തുടങ്ങിയാലോ? കപ്പ നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ഉപ്പിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം വെളുത്തുള്ളി, കാന്താരി, ഉള്ളി ഇവയെല്ലാം നല്ല രീതിയിൽ ചതച്ചെടുക്കുക. ഒരുപാട് ചതക്കണമൊന്നുമില്ല, ഒരു മീഡിയം ടൈപ്പ്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഉള്ളി, വെളുത്തുള്ളി, കാന്താരി ഇതെല്ലാം ഇട്ട് കൊടുത്ത് നേരിയ രീതിയിൽ സോട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അധികം കരിഞ്ഞു പോകാത്ത രീതിയിലേക്ക് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് വേവിച്ച കപ്പ ഇട്ട് കൊടുക്കുക. കപ്പ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക ഉടഞ്ഞു കഴിഞ്ഞ കപ്പയിലേക്ക്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂട്ടണം. എന്നിട്ട് ഫ്ലെയിം ചെറിയ തീയിലേക്ക് ആക്കുക. ഇതെല്ലാം ഇളക്കി കൂട്ടിയതിന് ശേഷം അതിലേക്ക് അല്പം ഉള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കുറച്ച് വെളിച്ചെണ്ണയും കറി ലീവ്സും ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൂട്ടണം. പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അത്ര ടേസ്റ്റാണ്. ബീഫിൻ്റെയോ മീനിൻ്റെയോ ഒന്നുമില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ ടേസ്റ്റാണ്. ഏറ്റവും നല്ലത് ബീഫും പാൽക്കപ്പയായിട്ട് കഴിക്കാനാണ്. അപ്പോൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു വെരി മച്ച്.